SFIO തങ്ങളുടെ കേസ് അന്വേഷിക്കരുത് എന്ന് ഹർജി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയ പിണറായി വിജയനും അതുപോലെ മകൾ വീണ വിജയനും രണ്ടുപേരുടെയും ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയതോടെ ഒരുപാട് കാര്യങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ട ഒരു ഗതികേടിലേക്ക് അവർ രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല CPM നേതാക്കൾ, AKG സെന്റർ ഒക്കെ സമാധാനം പറയണം. അതായത് ഇതുവരെ ഉയർന്നു വരാത്ത കുറേ അധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത്. എക്സാലോജിക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ പിണറായി വിജയനോ വീണ വിജയനോ തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഒന്ന് നമുക്ക് വേണ്ടത് സ്വന്തം ID പ്രൂഫാണ്. പിന്നെ എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവിടുത്തെ ഒരു ഓഫീസ് അഡ്രസ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റെന്റ് അഗ്രിമെന്റ് അടക്കം ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അത് ഒരു വെർച്വൽ സ്പേസ് ആണെങ്കിലും അത് അവിടെ വേണ്ടി വരും. ഒരു ഓഫീസ് സ്പേസ് വേണ്ടി വരും. ഒരു ബോർഡ് വെക്കേണ്ടി വരും. അവിടെ ഓഫീസോ ഓഫീസ് സ്പേസോ മതി, അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒരു കടലാസ് കമ്പനി ആണെങ്കിൽ മിക്കവാറും ഒരു ഓഫീസ് സ്പേസ് മാത്രമേ ഉണ്ടാവൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കത്തിടപാടുകൾക്ക് മറ്റൊരു വിലാസം വെക്കാം. ഇവിടെ AKG സെന്റർ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ AKG സെന്ററിന്റെ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ വിജയനും AKG സെന്ററും തമ്മിൽ എന്താണ് ബന്ധം? ഈ കമ്പനി എക്സാലോജിക് AKG സെന്ററിന്റെ ബാനറിൽ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അപ്പോൾ ന്യായമായി സംശയിക്കണം, ഇത് CMRL അല്ലെങ്കിൽ അതുപോലെ കമ്പനികളിൽ നിന്ന് വീണ വിജയന് എന്തെങ്കിലും സർവീസ് കൊടുത്തിട്ട് പണം വാങ്ങാനുള്ള ഒരു കമ്പനിയല്ല. ഇതൊരു കടലാസ് കമ്പനിയാണ്. അതായത് കോഴപ്പണം വരാൻ വേണ്ടി, കള്ളപ്പണം വരാൻ വേണ്ടിയിട്ട്, കൈക്കൂലി വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനി. വേണമെങ്കിൽ അതിന് GST അടച്ചേക്കാം സർവീസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് സർവീസാണ്, മറ്റേത് സർവീസാണ് എന്ന് അന്വേഷണം വന്നാലേ മനസ്സിലാവുള്ളൂ. GST അടച്ചുകൊണ്ടിരുന്നാൽ അത്തരത്തിലൊരു അന്വേഷണം വരില്ല എന്നൊരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ അതിനേക്കാൾ ഏറെ ഉയരുന്ന ഒരു ചോദ്യം, ഈ AKG സെന്ററിന്റെ മേൽവിലാസം എന്തിനുപയോഗിച്ചു? 2-3 കാര്യങ്ങളാണ് അതിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ CMRൽ നിന്ന് വന്നതുപോലെയുള്ള വഴിവിട്ടുള്ള ഇടപാടുകൾക്ക് സ്വന്തം വീടും പറമ്പും സ്വന്തം വസ്തുവകകളും അതിനകത്ത് സാക്ഷികളായി വരരുത് എന്ന് അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് CPMന്റെ പാർട്ടി ഓഫീസ് തന്നെ അല്ലെങ്കിൽ AKG സെന്റർ തന്നെ ആ മേൽവിലാസമായി ഉപയോഗിച്ചു. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി നേതാക്കളും പാർട്ടി ഓഫീസും പൊളിഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ അത് ജപ്തി അടിച്ചു പോട്ടെ, പൊളിച്ചു കളയട്ടെ, ഞങ്ങൾ വീട്ടിലേക്ക് വരണ്ട എന്നങ്ങ് തീരുമാനിച്ചു. അതല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി നേതാക്കൾ കൂടി അറിഞ്ഞുകൊണ്ട് ഈ കോഴപ്പണം വരുത്താൻ വേണ്ടി പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി ചെയ്ത പണിയായിരിക്കാം. ഇവിടെ അതിന് സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്, വീണ വിജയന്റെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ മാത്യു കൊഴുന്താടൻ കൊണ്ടുവന്ന അതേ സമയം തന്നെ അന്വേഷണം ഈ രീതിയിൽ പുരോഗമിക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ഒരു അന്വേഷണം വന്നിരുന്നു. അന്വേഷണ റിപ്പോർട്ട് എടുത്തു വെച്ചുകൊണ്ട് മാത്യു കൊഴുന്താടൻ പറയുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ആദ്യം വന്നത് MV ഗോവിന്ദൻ മാഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM നേതൃത്വത്തിന് എക്സാലോജിക്കുമായി ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രേഖയിൽ ഒരുപക്ഷെ അവരില്ലായിരിക്കാം. അപ്പോൾ CPMലേക്ക് ഒരു പണമൊഴുക്കിന് വേണ്ടിയിട്ടാണ് വന്നത്. അത് പിണറായി വിജയനെയും മകളെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് AKG സെന്ററിന്റെ മേൽവിലാസത്തിൽ തന്നെ വന്നു. എന്തെങ്കിലും ഇടപാട് വരുമ്പോൾ അത് AKG സെന്ററിന്റെ പേരിൽ തന്നെ വരുമ്പോൾ അത് മറ്റുള്ളവരും കൂടി അറിയും. അതായത് അത്തരത്തിൽ വരുന്ന പണം ഈ പിണറായിയും മകളും കൂടി ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുമെന്ന് പാർട്ടി നേതാക്കൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അത്തരം രേഖകൾ, പണം വരുന്നത് എക്സാലോജിക്കിലാണെങ്കിലും ഇടപാടുകൾ വരുന്നത് അറിയാൻ വേണ്ടി AKG സെന്ററിന്റെ മേൽവിലാസം കൊടുത്തു. അതുമാകാം. അവിടെയും ഒരു കുഴപ്പമുണ്ട്. വീണ വിജയന്റെ മേൽവിലാസമായി AKG സെന്റർ കമ്പനി രജിസ്ട്രേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൂഫ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വ്യാജരേഖ ഉണ്ടാക്കിയാണോ ഇവർ കമ്പനി രജിസ്റ്റർ ചെയ്തത്? അത് കമ്പനി തന്നെ വ്യാജമാണോ? വ്യാജപ്പണം അല്ലെങ്കിൽ കള്ളപ്പണം ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പനി തന്നെ കള്ളരേഖ ഉപയോഗിച്ചിട്ടാണോ ഉണ്ടാക്കിയത്? അതും കൂടെ നോക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീണ വിജയനും AKG സെന്ററും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് ചിന്തിക്കാം. AKG സെന്ററും പിണറായിയും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് തന്റെ പിതാവിന്റെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിതാവിന്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് അവർ കമ്പനി ഉണ്ടാക്കി, ആ അഡ്രസ്സിൽ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ഡയറിയിലുള്ള PV പിണറായി വിജയൻ ആവൂലേ? പിണറായി വിജയൻ പറയുന്നത് ആ PV താനല്ല എന്നാണ്. അപ്പോൾ ആ PV താനാണ് എന്ന് AKG സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിക്കുന്നതോടെ ഈ പറഞ്ഞ രീതിയിൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ PV താനാണ് എന്ന് തെളിയുകയല്ലേ? അപ്പോൾ ഇവിടെ ഒരു വ്യാജരേഖ ചമച്ചതുണ്ടാകാം, ഒരു കൂട്ടായ ഒരു കള്ളപ്പണ വ്യാപാരം ഉണ്ടാകാം. കൂട്ടായ എന്ന് പറയുമ്പോൾ ഇവിടെ പാർട്ടി അറിഞ്ഞു തന്നെയാണ് എക്സാലോജിക് ഉണ്ടാക്കുന്നത്. പാർട്ടിയിലേക്ക് വരുന്ന പണം ഈ 1,72,00,000 ആകാൻ ഒരു സാധ്യതയുമില്ല. ഇവിടെ ചർച്ച വരുന്നത് 1,72,00,000-ന്റേതാണ്. 100 കണക്കിന് കോടികൾ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് എന്ന് മാത്യു കൊഴുന്താടൻ തന്നെ വരുന്നു. ഓരോന്നെടുത്ത് പുറത്തിടണമെങ്കിൽ തെളിയാൻ ഒരുപാടുണ്ട് എന്ന്. ഇവിടെ അന്വേഷണം വന്നതും എടുത്ത് പുറത്തിട്ടതും ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞതും എല്ലാം 1,72,00,000 കണക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അതിനെ പിടിച്ച് തൂങ്ങിപ്പോകുന്നത്. SFIO അന്വേഷിച്ചാൽ ഈ പറഞ്ഞ മേൽവിലാസം അന്വേഷിക്കും, വ്യാജരേഖ അന്വേഷിക്കും, ഇത്തരത്തിൽ മറ്റ് CPM നേതാക്കൾക്കുള്ള പങ്ക്, എന്തുകൊണ്ട് ഈ അഡ്രസ്സ് ഇവിടെ വന്നു എന്നവർ അന്വേഷിക്കും. അവർക്ക് കീഴ്മേലും നോക്കാനില്ല. അവർ പിണറായി വിജയനെയും വീണ വിജയനെയും അറസ്റ്റ് ചെയ്ത ശേഷം അന്വേഷിക്കും. അങ്ങനെ വരുമ്പോൾ
MP ഗോവിന്ദൻ മാഷ് അടക്കം കൊടുങ്ങും. കാരണം അവരറിയാതെ എങ്ങനെ ഈ അഡ്രസ്സ് ഇവിടെ കൊടുത്തു? അപ്പോൾ അവർക്കും അതിൽ പങ്കില്ലേ? അവർക്കും പങ്കുണ്ടെന്ന് വരും. CPM നേതാക്കൾക്ക് എല്ലാം പങ്കുണ്ടെന്ന് വരും. ചുരുക്കം പറഞ്ഞാൽ AKG സെന്റർ ഇടിച്ചു പൊളിച്ച് പരിശോധിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വീണ വിജയന് മാത്രമാണ് എക്സാലോജിക്കിൽ പങ്ക് എന്നാണ്. പിണറായി വിജയനിലേക്ക് പണമെത്താൻ വേണ്ടി ഒരു കടലാസ് കമ്പനിയായി ഉണ്ടാക്കി എന്നാണ്. പക്ഷേ ഇവിടെ അതിന് AKG സെന്ററിന്റെ പേര് ഉപയോഗിക്കുമ്പോൾ CPMലെ മുഴുവൻ അംഗങ്ങളിലേക്കും അല്ലെങ്കിൽ കുറച്ചു പേരിലേക്കെങ്കിലും അത് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും വെളിച്ചത്ത് വരികയാണ്. ഒന്ന്, കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ AKG സെന്ററിന്റെ പേരും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു വ്യാജരേഖ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തത്, എക്സാലോജിക്കിലേക്ക് വരുന്ന പണം അല്ലെങ്കിൽ അതിലൂടെ വരുന്ന പണം പാർട്ടി ആവശ്യങ്ങൾക്ക് വരുന്ന മറ്റുള്ളവരുടെ സംഭാവന പണം, കള്ളപ്പണമോ കൊള്ളപ്പണമോ ഒക്കെ ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ പാർട്ടിയെ അറിയാതെ പാർട്ടിയെ വെച്ച് മുതലെടുത്തുകൊണ്ട് എന്തെങ്കിലും വരുന്നെങ്കിൽ പാർട്ടി നേതാക്കൾക്കും പാർട്ടി ഓഫീസിനും സംഭവിക്കട്ടെ എന്ന് കരുതി ആരും അറിയാതെ പിണറായി വിജയനും വീണയും മാത്രം ചേർന്ന് ഇവിടെ പാർട്ടി ഓഫീസിന്റെ അഡ്രസ്സിൽ കമ്പനി തുടങ്ങിയതാകാം. അതറിഞ്ഞപ്പോൾ MP ഗോവിന്ദൻ മാഷിക്ക് എതിർക്കാൻ പറ്റാത്ത ഗതികേടായതുമാകാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനും മകളും ഒറ്റയ്ക്ക് മുണങ്ങും എന്ന് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസമില്ലാത്തത് കൊണ്ട് CPM നേതൃത്വം തന്നെ വീണ വിജയന്റെ പേരിൽ കമ്പനി തുടങ്ങുമ്പോൾ ഈ അഡ്രസ്സിൽ വെച്ചാൽ മതി, ഞങ്ങൾ കൂടി ഇതിൽ വരുന്ന പണത്തിന്റെ കണക്കുകൾ അറിയേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതി അങ്ങനെ ചെയ്തതുമാകാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SFIO ഇവിടെ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ പലരും കുടുങ്ങും. അതിൽ ആദ്യം കുടുങ്ങുന്നത് വീണ വിജയനായിരിക്കും. തൊട്ടു പിന്നാലെ പിണറായി വിജയന് കൊടുക്കുന്നു. രണ്ടുപേരും അറസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ CPM നേതാക്കൾ ഒന്നൊന്നായി കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഈ പോക്ക് പോയാൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു സന്ദേഹമുണ്ട്. ഇപ്പോൾ ഏകദേശം പുതിയ മുഖ്യമന്ത്രിയെ നമുക്ക് കാണണം. പുതിയ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്നിൽ ഗോവിന്ദ മാഷക്ക് ഇരിക്കാം, ആഗ്രഹമുണ്ടാവും. ഇനി അതിൽ മുഹമ്മദ് റിയാസിന് ഈ കേസുമായിട്ട് നടക്കാനേ ഒഴിവുണ്ടാവൂ എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി കസേര ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആര് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കണ്ടെത്തുന്നവരൊക്കെ ഈ പറഞ്ഞ എക്സാലോജിക്കുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ അവരും സമീപഭാവിയിൽ അകത്താവും എന്നതുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നത് തന്നെ അല്ലെങ്കിൽ ഈ ഭരണം നിലനിർത്തുന്നത് തന്നെ ഒരു തൃശങ്കുവിലാണ്, ഒരു ആശങ്കയിലാണ് എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്.